ആമേൻ. അതിൻ്റെ തുടക്കം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 68:1 ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ഒരു ഉത്സാഹത്തിൻ്റെയും ഒരു ജയത്തിൻ്റെയും ഒരു ആരാവാരത്തിൻ്റെയും സങ്കീർത്തനമാണ് 68-ാം സങ്കീർത്തനം. ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ ദൈവം എഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാര്യം എന്ന് ചോദിച്ചാൽ ഞാൻ അതിനൊരു കാര്യം പറയാം. ഈ വാക്യം ഉണ്ടായ കാര്യം, ഇസ്രായേൽ മക്കളുടെ നടുവിൽ, അല്ലെങ്കിൽ ദൈവം പറഞ്ഞു, എൻ്റെ ജനത്തിൻ്റെ നടുവിൽ എനിക്ക് വസിക്കേണ്ടതിന് ഒരു പെട്ടകം ഉണ്ടാക്കണം. ഖദിരമരം കൊണ്ടുള്ള ഒരു പെട്ടകം, 2.5 മുഴം നീളം, 2.5 മുഴം വീതി, 2.5 മുഴം ഉയരം, അങ്ങനെ സമനീളം ചതുരം ഉള്ള ഒരു വലിയ പെട്ടകം. ആ പെട്ടകത്തിൽ 4 വശത്തും വക്കുകൾ ഉണ്ടാക്കണം. അത് സ്വർണം കൊണ്ടും തങ്കം കൊണ്ടും പൊതിയണം. 4 വശത്തുമുള്ള വക്കിലൂടെ ഒരു തണ്ടായം കയറ്റി പെട്ടകം ലേവിയർ ചുമക്കേണ്ടതിന് ആ പെട്ടകം ഉണ്ടാക്കണം. ആ പെട്ടകത്തിനകത്ത് ആമേൻ ദൈവം അടയാളമായി കൊടുത്ത 3 ഉപകരണങ്ങൾ അതിനകത്ത് വെക്കണം. ആമേൻ. എബ്രായ ലേഖനം വായിക്കണ്ട, 9-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ എന്തൊക്കെയാണ് ആ പെട്ടകത്തിൽ വെക്കേണ്ടത്? 1, മണ്ണായിട്ട് വെച്ച പൊൻപാത്രം ആ പെട്ടകത്തിനകത്ത് വെക്കണം. 2, അഹരോന്റെ തളിർത്ത വടി അതിനകത്ത് വെക്കണം. 3, കൽപ്പന എഴുതി കൊടുത്ത കല്ലിൽ കൊത്തി അക്ഷരമായി കിട്ടിയ 10 പ്രമാണം അതിനകത്ത് വെക്കണം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. 1, മണ്ണായിട്ട് വെച്ച പൊൻപാത്രം ഇതിനകത്ത് വെക്കണം. എന്തിനാണ് മണ്ണായിട്ട് വെച്ച പൊൻപാത്രം ഈ പെട്ടകത്തിൽ വെച്ചത്? അതിന് ഒരു നിയമമുണ്ട്, അതിനൊരു പൊരുളുണ്ട്. ആ പൊരുൾ ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കുക, എപ്പോഴെങ്കിലും നിങ്ങൾക്കത് പ്രയോജനപ്പെടും. ആമേൻ. മന്ന മരുഭൂമിയിൽ പെയ്തിറങ്ങിയപ്പോൾ എല്ലാവരും അതിരാവിലെ മന്ന പെറുക്കി കഴിക്കാൻ ദൈവം ആവശ്യപ്പെട്ടു. എന്നാൽ അടുത്തൊരു കൽപ്പന ഇതാണ്, അന്നേക്കുള്ളത് വേണ്ടി അന്നു മാത്രമേ പെറുക്കാവൂ. ആരും നാളത്തേക്ക് ഇത് മാറ്റിവെക്കരുത്, ശേഷിക്കരുത്. എന്നാൽ ശബത്ത് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ശബത്തിൽ പെറുക്കാൻ ഒക്കാത്തത് കൊണ്ട് തലേ ദിവസം പെറുക്കി വെച്ചാൽ ശബത്തിനന്ന് കഴിക്കാം. എന്നാൽ കുറെ പേര് മറ്റുള്ള ദിവസം രാവിലെ പെറുക്കാതിരിക്കേണ്ടതിന് കൂട്ടിപ്പെറുക്കി. ബൈബിൾ പറയുന്നു, പിറ്റേ ദിവസം എടുത്തപ്പോൾ അത് കൃമിയായി പോയി, കൃമിച്ചു നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ പിന്നിലെ ചരിത്രം എന്താന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിൽ വന്നു വീണ ഉലക നായകന്മാരും ആമൻ ഭക്തിയുടെ വേഷം ധരിച്ച ദൈവമുഖം ഏറ്റെടുത്ത ഒരുപാട് പ്രതിഭകളും ഈ ലോകത്ത് വന്നു. ഞാൻ ദൈവമാണെന്നും ഞാൻ രക്ഷകനാണെന്നും എനിക്ക് മാത്രമേ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ എന്നും പറഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ചു വീണ അനവധി ദൈവങ്ങൾ മണ്ണിനോട് ചേർന്നപ്പോൾ ഇന്നും അവൻ അത് ദഹിച്ചു പോവാതെ, ദ്രവത്വം കാണാതെ അവൻ ജീവനോട് കൂടാരത്തിനകത്തിരിക്കുന്നവൻ ഒരുവൻ മാത്രമാണ്, വാഴ്ത്തപ്പെട്ടവനായ മശിഹാ തമ്പുരാനാണ്. അവൻ മണ്ണായിട്ട് വെച്ച പൊൻപാത്രം ദൈവസഭയെ നോക്കി പറയുന്നു, ഇവിടത്തെ സകല ദൈവങ്ങളും, ഇവിടത്തെ സകല മാനുഷിക ദൈവങ്ങളും അസ്തമിച്ചു പോയാലും സ്വർഗത്തിന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായി തീർന്ന ഉലകത്തിന്റെ നായകനായ അവൻ നായകന്മാരുടെ നായകനായ കർത്താവായ യേശുവിന് ഒരു ഭംഗവും വന്നിട്ടില്ല. ആ തിരുവചനം നമ്മെ ഉറപ്പിക്കുന്നു. ആമേൻ. ഈ മണ്ണായിട്ട് വെച്ച പൊൻപാത്രത്തിന്റെ പൊരുൾ ഇതാണ് ദൈവമക്കളെ. ഒരുപാട് ദൈവങ്ങൾ വന്നു, ഒരുപാട് ദൈവങ്ങൾ ഈ ഭൂമിയിൽ ഭൂജാതനായി. അവരുടെ പൊടി പോലും ഇല്ല, അവരെല്ലാം മണ്ണോട് ചേർന്നു. എന്നാൽ 3-ാം ദിവസം മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയാതെ, ആമേൻ, അല്ലേ, മരണത്തിന് അടക്കി വെക്കാൻ കഴിയാതെ ഈ മണ്ണിൽ നിന്ന് ആമേൻ പുനരുത്ഥാന ശരീരം പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റവൻ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ മശിഹാ തമ്പുരാനാണ്. അവൻ ഇന്നും ജീവിക്കുന്നു. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ഉണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ച്, അവൻ മരിച്ചവനാണ്, പക്ഷേ മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. ആമേൻ.
കർത്താവിൽ പ്രസിദ്ധനായ ബില്ലി ഗ്രഹാം ഒരിക്കൽ ദൈവജനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗത്തിന്റെ ഈ ഇടവേളയിൽ ഒരു മനുഷ്യൻ ഓടിക്കേറി വന്നിട്ട് പറഞ്ഞു, ഹേ ബില്ലി ഗ്രഹാം, താങ്കൾക്ക് നാണമില്ലേ 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു തച്ചനെ കുറിച്ച് പറയാൻ? ആ മനുഷ്യൻ മരിച്ചു മൺമറഞ്ഞിട്ട് എത്രയോ കാലങ്ങളായി. ഈ മരിച്ച മനുഷ്യനെ കുറിച്ചാണോ നിങ്ങൾ പ്രസംഗിക്കുന്നത്? ബില്ലി ഗ്രഹാം പതുക്കെ ചിരിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, സഹോദരാ, നിനക്ക് തെറ്റുപറ്റി. പുള്ളി ചോദിച്ചു, എനിക്ക് എവിടെയാ തെറ്റുപറ്റിയത്? നീ പറഞ്ഞില്ലേ മരിച്ചു മൺമറഞ്ഞെന്ന്. ഇല്ല, ഞാൻ ഈ പ്രസംഗ പീഠത്തിൽ കയറുന്നതിന് ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് ഞാൻ അവനുമായി സംസാരിച്ചിട്ടാണ് ഇവിടെ കയറിയത്. നീ പറഞ്ഞ ദൈവം എങ്ങനെ സംസാരിക്കും? ഇന്ന് പകൽ വേളയിൽ ഈ ആലയത്തിനകത്ത് ആർപ്പോടെ ഘോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം. എന്നാന്നറിയാമോ? മരിച്ച ദൈവത്തെ അല്ല, കൊണ്ടുപോയിരുന്നാൽ അനങ്ങാതിരിക്കുന്ന തുണ്ടമായ ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും പ്രസംഗിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നത് ഇന്നും ജീവിക്കുന്ന ജീവന്റെ ദാതാവായ യേശുവിനെയാണ് ആരാധിക്കുന്നത്. ആമേൻ. പണ്ടൊരിക്കൽ DL മൂഡിയോട് ഒരു മനുഷ്യൻ വന്നു പറഞ്ഞു, എടാ നിന്റെ ദൈവം എവിടെയായിരിക്കുന്നേ? നിന്റെ ദൈവം, നീ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ആക്രോശിച്ച് പറയുന്ന ആണമില്ലേ എന്ന് പറഞ്ഞപ്പോൾ DL മൂഡി പറഞ്ഞു, എൻ്റെ ദൈവം എവിടെയാണെന്നറിയാമോ? ഞാൻ വിളിച്ചാൽ ഈ ശബ്ദം കേൾക്കുന്ന എത്ര ദൂരമുണ്ടോ ആ ദൂരത്തിനകത്താ എൻ്റെ ദൈവം ഇരിക്കുന്നേ. ദൂരം മനസ്സിലായെങ്കിൽ ആ മെമ്പറ, നിങ്ങൾ വിളിച്ചാൽ ആ വിളിയുടെ അകലം എത്ര മാത്രമുണ്ടോ അത്ര അകലത്തിനകത്ത് എന്റെ ദൈവം ഇരിക്കുന്നത്. അത് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇന്ന് പകൽ ഒരു ദൂത് പറയട്ടെ, ഈ ദൈവസഭ മരിച്ചവനെ ആരാധിക്കുന്നതല്ല, മരണത്തെ ജയിച്ചവനെ ആരാധിക്കുന്ന ഇടമോ. മണ്ണായിട്ട് വെച്ച പൊൻപാത്രം നമ്മളോട് വിളിച്ചു പറയുന്നു, സകലരും മണ്ണിനോട് ചേർന്നാലും ഒരുവൻ മാത്രം മണ്ണിനോട് ചേർന്നിട്ടില്ല, അവന് ഇന്നും ജീവിക്കുന്നു. ആമേൻ. 2, കല്ലിൽ എഴുതി കൊത്തിവെച്ച കൽപ്പലക ഇതെന്തിനെ കാണിക്കുന്നു? അവന്റെ പ്രമാണത്തിന് മാറ്റമില്ല, അത് നിത്യപ്രമാണമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പകരം അടുത്തത് കാണിക്കുന്ന അഹരോന്റെ വടി തളിർത്തു, പൂത്തു, ബദാം കായ്ച്ചു. ഒന്നുകൂടി പറയാൻ കേട്ടോ, സകല വെല്ലുവിളികളുടെയും വടികൾ ഉണങ്ങി ചാമ്പലായാലും ദൈവത്തെ നിയോഗിക്കപ്പെട്ട വടിയെ തളിർത്ത് പൂത്ത് ബദാം കായ്പിക്കാൻ എന്റെ ദൈവത്തിനറിയാം. അതെന്നും നിലനിൽക്കുന്നു, നിത്യജീവൻ പകരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഞാൻ പകരാം. ഈ പെട്ടകം അവരെന്ത് ചെയ്യും? കൂടാരത്തിൽ അല്ലെങ്കിൽ മരുഭൂമിയിൽ തോളത്ത് ചുമന്നുകൊണ്ട് നടക്കും. ആ പെട്ടകത്തിന്റെ മുകളിൽ ഒരു മേഘം വന്ന് നിഴലിട്ട് നിൽക്കും. അതിന് പറയുന്നവർ ഷെക്കേന എന്നാണ്, ദൈവത്തിന്റെ മേഘം. ആ പെട്ടകം ചലിക്കണമെങ്കിൽ ഈ മേഘം ചലിക്കണം. ഒരു ഹല്ലേലൂയ പറ. ആ മേഘം ചലിക്കാൻ തുടങ്ങുമ്പോൾ കാഹളമൂതും, പെട്ടകം തോളിൽ വെക്കും. മേഘം പോകുന്നിടത്തേക്ക് പെട്ടകവും പോകും. ഒരു പ്രൈസലോട് പറഞ്ഞ് ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോ അവൻ ഉയരത്തിലേക്ക് കയറി. ബൈബിൾ പറയുന്നു, ഒരു മേഘം അവനെ മറച്ചു. ഒരു സ്തോത്രം പറ. സന്തോഷമുള്ളവരെല്ലാം ഉറക്കല്ലോ പറ. ഒരു മേഘം അവനെ മറച്ചു. ഇത് നോക്കി നിൽക്കുമ്പോൾ ആമേൻ, വെള്ളവസ്ത്രം ധരിച്ച ദൂതന്മാർ വന്നിട്ടൊരു വിളി വിളിച്ചു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്തോ? നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ആമേൻ, മേഘത്തിൽ മറിയപ്പെട്ട ഈ കർത്താവ് മേഘത്തിൽ നിങ്ങളെ ചേർക്കാൻ കടന്നു വരും. സ്തോത്രം. നമ്മുടെ തലയ്ക്ക് മീതെ ഒരു മേഘം നിപ്പുണ്ട്. ഈ മേഘം ചലിക്കുമ്പോ നമ്മൾ ഇവിടുന്ന് ചലിക്കും. ഒരു സ്തോത്രം പറയുന്നേ.
അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് അല്പം ആധികാരികമായി എഴുതി, തടുക്കുന്നവൻ വഴിയിൽ നിന്നും മാറേണ്ട ആവശ്യമേ ഉള്ളൂ. തടുക്കുന്നവൻ വഴിയിൽ നിന്നും മാറുക എന്ന് പറയുന്നത് പരിശുദ്ധ ആവി ഈ ലോകത്തൊന്ന് എന്ന് മാറുമോ അന്ന് സഭ ഇവിടെ എടുക്കപ്പെടും. നമ്മുടെ തലക്ക് മീതെ നിൽക്കുന്ന മേഘം പരിശുദ്ധ അരൂപിയുടെ മേഘമാണ്. ആ മേഘം ചലിക്കുമ്പോൾ ദൈവസഭ ഇവിടെ നിന്ന് ചലിക്കപ്പെടും. പ്രത്യാശയുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചേ. ആമേൻ. എന്നിട്ട് ഈ പെട്ടകം ഇവർ പൊക്കി തോളത്ത് വെച്ചിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഈ പെട്ടകം വെക്കും. ഈ പെട്ടകം വെച്ചിട്ട് അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ദൈവമേ നീ നിന്റെ ജനത്തിന് മുമ്പാകെ എഴുന്നള്ളി വരണമേ. സ്വത്രം. ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് 68-ാം സങ്കീർത്തനം 1-ാം വാക്യം. സന്തോഷമുണ്ടോ? ഇല്ല. ഇനി ഒരു കാര്യം കൂടി പറയുമ്പോൾ സന്തോഷം ഉണ്ടാവും. ദൈവമേ നീ എഴുന്നേൽക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഭക്തൻ അതിന്റെ 19 പറയുന്നു, അവൻ എഴുന്നേറ്റാൽ 4 കാര്യം ചെയ്യും. അവൻ എഴുന്നേറ്റ് എന്ത് ചെയ്യും? 4 കാര്യം. 19-ാം വാക്യം, ആമേൻ. നമ്മുടെ രക്ഷയാകുന്ന ദൈവം, കുറിച്ചു വെച്ചോ, ദൈവം എഴുന്നേറ്റാൽ നിനക്കൊരു രക്ഷ തരും. ഒരാമേൻ പറ. അവന് രക്ഷ തന്നിരിക്കും. സ്വത്രം സ്വത്രം സ്വത്രം. ദൈവം എഴുന്നേറ്റാൽ അവൻ രക്ഷ തരും. അടുത്ത വാക്യം, നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന. 2, ദൈവം എഴുന്നേറ്റാൽ നിന്റെ ഭാരം ചുമക്കാൻ ആരുമില്ലെങ്കിലും ചുമക്കാൻ എഴുന്നേറ്റവൻ ഉണ്ടായിരിക്കും. ഒരു ഹല്ലേലൂയ ഉറക്കെ പറയുന്നേ. നിന്റെ ഭാരം കണ്ടാര് മാറിപ്പോയാലോ, നിന്റെ ഭാരങ്ങൾ കണ്ടാര് വിട്ടിട്ട് പോയാലോ, നിന്റെ ഭാരം ചുമക്കുന്ന ഒരു നല്ല ദൈവം ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ ഉണ്ടെന്നേ വിശ്വസിക്കുന്നവർ ആമേൻ പറ. ആമേൻ. 3, ഈ ദൈവം എഴുന്നേറ്റാൽ സംഭവിക്കുന്ന 3-ാമത്തെ കാര്യം, ദൈവം നമ്മുടെ ഉദ്ധാരണങ്ങളുടെ ദൈവം. ദൈവം എഴുന്നേറ്റാൽ ദൈവം നമ്മെ ഉദ്ധരിച്ചിരിക്കും. ഒരാമേൻ പറ. ഒരമ്പാനിയും വേണ്ട, ആമേൻ, ഒരു ബ്രില്ലയും വേണ്ട. നിന്നെ ഉദ്ധരിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ ഉണ്ടെന്ന് ഞാൻ ആത്മാവി പ്രവചിച്ചു പറയുന്നു. നിന്നെ ഉദ്ധരിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ആമേൻ പറഞ്ഞാൽ മതി. ദൈവം നിന്നെ ഉദ്ധരിക്കുമെന്ന്. ഒന്നുമില്ലായ്മയിൽ നിന്ന്, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ഒരു ദൈവം നിന്നെ ഉദ്ധരിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് ആമേൻ പറയാൻ കഴിയുന്ന എത്ര ദൈവമക്കളുണ്ട്? അവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചിട്ട് പറ. അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ആമേൻ മോർദെഖായിയുടെ ദൈവം എന്റെ ദൈവമാണ്. ആമേൻ. ആമേൻ. നമുക്ക് ഉയർച്ച വരുന്നത് തെക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ കിഴക്ക് നിന്നല്ലെന്നേ. നമുക്ക് ഉയർച്ച വരുന്നത് ഉത്തരദിക്കിൽ സ്വർഗത്തിൽ നിന്നാണ് നമ്മ ഉയർത്തുന്നത്. ഒരു മനുഷ്യനും നമ്മൾ ഉയർത്തേണ്ട. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് പറയാൻ കേട്ടോ. മനുഷ്യൻ്റെ കാല് പിടിച്ച് മനുഷ്യനെ തപ്പിത്തടഞ്ഞ് അവൻ്റെ ആളത്വവും അവൻ്റെ പണവും കണ്ട് അവനെ സോപ്പിട്ട് ഞാൻ മണിയടിച്ച് നിന്നെങ്കിൽ എനിക്കൊരു സ്റ്റേജും ദൈവം തരത്തില്ലായിരുന്നു. എൻ്റെ കണ്ണ് ഞാൻ പർവ്വതത്തിലേക്ക് ഉയർത്തിയപ്പോൾ എൻ്റെ ദൈവനെ മാനിച്ചെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ പറയുന്നു, നിങ്ങളുടെ സഹായം എവിടെ നിന്ന് വരും? നിങ്ങളുടെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ ഇന്ന് വരും. കരമടിച്ച ദൈവത്തെ ആരാധിച്ചു പറ. എന്റെ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ഞാൻ എന്റെ കണ്ണുകളെ ഉയർത്തും. ആമേൻ. കണ്ണുകൾ ഉയർത്തിയേക്കണം. സ്വതന്ത്രം. സഹോദരന്മാരെ, ഞാനൊരു കാര്യം പറയുക. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യുമ്പോൾ കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞ് നമുക്കും കേൾക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അത് വേണ്ട കേട്ടോ, വേണ്ട. ഒരു മനുഷ്യനും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട. എന്നാന്നറിയോ? അവൻ ഇന്ന് വെള്ളിയാഴ്ച അല്ലെങ്കിൽ അവൻ പെസഹ വ്യാഴാഴ്ച അപ്രീഷിയേറ്റ് ചെയ്ത് ഓസാന പാടിയവര് വെള്ളിയാഴ്ച ഇവനെ കൊണ്ടുപോയി ക്രൂശിക്ക എന്ന് പറഞ്ഞു. ഒരു നിമിഷം കൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് നിനക്കെതിരെ ആയുധമെടുക്കാൻ പിശാച് ഓസാന പാടിയവർ ഉപയോഗിച്ചെന്ന് വരാം. പക്ഷേ ദൈവം ഉയർത്തിയാൽ ഒരുവനും താഴെയിടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ആത്മാവി പ്രവചിച്ചു പറ. മനുഷ്യന്റെ ഉയർച്ച വേണ്ട, മനുഷ്യന്റെ പുകഴ്ച വേണ്ട, നമുക്ക് ദൈവത്തിന്റെ ഉയർച്ച മതി. ഒന്ന് സ്വതന്ത്രം പറഞ്ഞേ.
കാരാഗ്രഹത്തിൽ കിടന്ന ജോസഫ് ദൂതൊക്കെ പറഞ്ഞ് കയറ്റിവിട്ടപ്പോൾ പറഞ്ഞു, എൻ്റെ കാര്യമൊന്ന് അവിടെ ഒന്ന് അറിയിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ അറിയിച്ച് ഒരു ഡെലിവറൻസ് ജോസഫിനുണ്ടായിരുന്നെങ്കിൽ, സ്വതന്ത്രം എല്ലാ ദിവസവും ചെല്ലേണ്ടി വന്നേനെ. ഞാൻ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ഏത് പാണ്ഡികശാല തുറക്കണം, ഏത് ലോക്ക് തുറക്കണം, ഇവനോട് ചോദിക്കണമായിരുന്നു. കാരണം അവൻ നിമിത്തമാ ഇവനിവിടെ വന്നത്. ഞാനൊരു ദൂത് ആരോടോ ആത്മാവനോട് പറയുന്നു, ഒരു മനുഷ്യനും മഹത്വം എടുക്കാൻ കഴിയാത്ത രീതിയിൽ നിനക്കൊരു വഴി എൻ്റെ ദൈവം തുറന്നു തരും. ഇതൊരു ദൂതാണ്. ആരോടെന്ന് എനിക്കറിയത്തില്ല. ഒരു മനുഷ്യനും അതിനകത്ത് മഹത്വം എടുക്കാൻ കഴിയാതെ, ഒരു വ്യക്തിക്കും അതിനകത്ത് ഒരു ഉയർച്ചയോ ഒരു ഉയർച്ചയുടെ വാക്കോ പറയാൻ കഴിയാത്ത രീതിയിൽ ഒരു വലിയ വിടുതൽ എൻ്റെ ദൈവം ചെയ്തു തരും. സന്തോഷത്തോട് നല്ലൊരു ആമേൻ പറ. ആ വാക്യമാണ് 68-ന്റെ 7-ാം വാക്യം. ആ വാക്യം ഇനി, ദൈവമേ നീ നിന്റെ ജനത്തിന്റെ മുമ്പിൽ പുറപ്പെടും. ആദ്യമേ ദൈവം പറഞ്ഞു, എനിക്കവരുടെ നടുവിൽ വസിക്കണം, എനിക്കവരുടെ നടുക്ക് വസിക്കണം. എൻ്റെ ചിന്ത ഇങ്ങനെയാ പോയത്. നടുവിൽ വസിക്കാൻ ആഗ്രഹിച്ച ദൈവം പ്രതിസന്ധി വന്നപ്പോ നടുക്കെന്ന് മുന്നിലായി. ഒരു സ്വതന്ത്രം പറ. ഈ ജാതീയ ദൈവങ്ങളുടെയും നമ്മുടെ ദൈവത്തിന് പ്രത്യേകത എന്താണെന്നറിയാമോ? അവർ ആയുസ് മുഴുവൻ നടുക്കിരുത്തിയാൽ നടുക്ക് തന്നെ ഇരുത്തും. പക്ഷെ നമ്മുടെ ദൈവം നടുവിലാണ് വസിക്കുന്നതെങ്കിലോ ഒരു പ്രതിസന്ധി വന്നാൽ, ഒരു പ്രതികൂലം വന്നാൽ, നിനക്കെതിരെ ഒരു വെല്ലുവിളി വന്നാൽ അവൻ നടുവിൽ നിൽക്കയില്ല. നിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അവൻ നിന്റെ മുന്നിലേക്ക് മാറും. അമ്മേ സ്വതന്ത്രം. ഇന്ന് രാവിലെ ഈ ഒരു വചനം എൻ്റെ ഉള്ളത്തിൽ ഭയങ്കരമായിട്ട് കത്തി. അവൻ നടുക്ക് നടക്കുന്ന ദൈവം നമ്മുടെ മുമ്പിൽ നടക്കും. അടുത്തിരിക്കുന്ന ആളോട് പറ, നടുവിൽ വസിക്കുന്ന ദൈവം നമ്മുടെ മുമ്പിൽ നടക്കും. സ്തോത്രം. ദൈവം മുമ്പിൽ നടന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ദൈവം മുമ്പിൽ നടന്നാൽ എന്ത് സംഭവിക്കും? വായിക്കാം. ഇനി നമുക്ക് അല്പം വേഗത്തിൽ അവസാനിപ്പിക്കണം. ആമേൻ. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-22 വാക്യങ്ങൾ കുറിച്ചെടുത്തോ. വായിച്ചോ. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. എന്ത് ചെയ്തില്ല? മാറിയതുമില്ല. പകലും രാത്രിയിലും അവർക്ക് വഴി കാണിക്കേണ്ടതിന് ആമേൻ. പകൽ മേഘസ്തംഭത്തിൽ അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന്, രാത്രി അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് യഹോവ അവർക്ക് മുമ്പായി പോയി. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ, നിനക്ക് നല്ല വഴി കാണിച്ചു തരാൻ ദൈവം നിന്നെ വഴികാട്ടിയായി ഇന്ന് പകൽ ദൈവം കൊണ്ട് നടക്കും. സ്വതന്ത്രം പറ. ആമൻ. ഇരുട്ട് വരട്ടെ, വെളിച്ചം വരട്ടെ, ഏത് പ്രതിസന്ധി വരട്ടെ, ഏത് പ്രതികൂലം വരട്ടെ, ഉറക്കി ഹല്ലേലൂയ പറയേണ്ടവർ ഇന്ന് ദൂത് ഏറ്റെടുക്കണം കേട്ടോ. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നി തൂണ് വരുമ്പോഴും ആമൻ, ഈ ദൈവം നിനക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. 22-ാം വാക്യം, ജനത്തിന്റെ മുമ്പിൽ നിന്ന്. ആ വാക്യം എല്ലാവരും പറഞ്ഞ ലാസ്റ്റ് വാക്യം, ജനത്തിന്റെ മുമ്പിൽ നിന്ന് എന്ത് ചെയ്തില്ല? ഞാനൊരു ദൂത് പറയട്ടെ. ശത്രു നിന്റെ മുമ്പിൽ തകരുന്നത് വരെ നിന്റെ മുമ്പിൽ നിന്ന് ദൈവം മാറുകയില്ല. നിനക്കെതിരെ എഴുന്നേറ്റ ആഭിചാരക്കാരനും നിനക്ക് മുമ്പ് എഴുന്നേറ്റ മന്ത്രവാദ ശക്തികളും ഊട്ടയാതെ എന്റെ ദൈവം നിന്റെ മുമ്പിൽ നിന്ന് മാറുകയില്ല. ദൈവസഭയോട് ആത്മാവ് ദൂത് പറയുന്നു. ഇത് ദൈവസഭയുള്ള ദൂതാണ്. സഭയ്ക്കെതിരെ നിൽക്കുന്ന, കുടുംബങ്ങൾക്കെതിരെ നിൽക്കുന്ന വ്യക്തി മാറാതെ എന്റെ ദൈവം നിന്റെ മുമ്പിൽ നിന്ന് മാറുക. എന്നെ ഒരുപാട് ധൈര്യപ്പെടുത്തി. ഞാൻ എന്തിന് പേടിക്കണം? ഞാൻ ആരെ ഭയപ്പെടണം? സ്വതന്ത്ര അല്ലേ? അതുകൊണ്ടായിരിക്കണം ഭക്തൻ
എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കയില്ല. ഉടനെ ഭക്തൻ പറഞ്ഞു, ഞാൻ ആരെ ഭയപ്പെടും? കർത്താവ് എൻ്റെ തുണ, ഞാൻ ആരെ പേടിക്കുമെന്ന് ഞാൻ ധൈര്യത്തോടെ പറയും. എത്ര പേർക്ക് പറയാൻ കഴിയും? എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ദൈവം എൻ്റെ വലത്തുഭാഗത്തുണ്ട്, ഞാൻ കുലുങ്ങി പോവത്തില്ല. പറ പറ, എൻ്റെ യഹോവ എൻ്റെ ദൈവം എൻ്റെ വലത്തുഭാഗത്തുണ്ട്, ഞാൻ കുലുങ്ങി പോകയില്ല. ലോകത്തിന്റെ പല ഭാഗത്തിരുന്ന് ഇന്ന് ലൈവിലൂടെ ഞങ്ങളെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവി പറയുന്നു, നിന്റെ മുമ്പിൽ നടക്കാൻ ദൈവം നിനക്ക് മുമ്പേ പുറപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത പറയുന്നു. നിങ്ങൾ ഏത് രാജ്യത്തിരുന്ന് ഏത് പ്രതിസന്ധിക്കകത്ത് നിങ്ങൾ പെട്ടിരിക്കുകയാണോ? ഒരുപക്ഷെ കാർ ഓടിക്കുന്ന സമയത്തായിരിക്കാം ഈ ദൂതി കേൾക്കുന്നത്, നിങ്ങൾ രോഗിയായി കിടക്കുമ്പോൾ ആയിരിക്കാം ഈ ദൂതി കേൾക്കുന്നത്. നിങ്ങളുടെ സാഹചര്യം ഏതുമാകട്ടെ, ആത്മാവ് എന്നോട് പറയുന്നു, ഈ ദൈവം നിന്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ ദൈവം മാറില്ല. അതിരാവിലെ ഞാൻ ഉണരും. ബാക്കി നിങ്ങൾ പറയണം. അതിരാവിലെ ഞാൻ ഉണരും, അവന്റെ രൂപം കണ്ട് ഞാൻ എന്ത് ചെയ്യും? എടീ, ഞാൻ എഴുന്നേൽക്കുമ്പോ എൻ്റെ ദൈവത്തെ കാണണമെങ്കിൽ എൻ്റെ പുറകിൽ നിന്നാ പറ്റില്ല, എൻ്റെ ദൈവം എൻ്റെ മുമ്പിൽ നിന്നേ പറ്റൂ. ഞാൻ ഉറങ്ങുമ്പോഴും എൻ്റെ ദൈവം മുമ്പിലാ. എങ്ങനെ? ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. എനിക്കെതിരെ വരുന്ന ശത്രുവിന്റെ കണത്തെ കണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ആത്മാവിൽ ദൈവസഭ പ്രതികരിച്ചിട്ട് പറ, ഞാൻ ഭയപ്പെടുകയില്ല. എന്തുകൊണ്ട്? എന്റെ ദൈവം ഉറങ്ങുന്നില്ല. എന്തുകൊണ്ട് ദൈവം ഇവരുടെ മുമ്പിൽ നടന്നു? ഇസ്രായേൽ മക്കളെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിച്ചപ്പോൾ എളുപ്പ വഴിയായി കൊണ്ടുപോകാൻ ഒരു വഴിയുണ്ട്. മിസ്രയീം ഒരു നാഷണൽ ഹൈവേ. എവിടേക്ക്? കനാനിലേക്ക്. എത്ര ദിവസം എടുക്കും വെച്ചാ? 14 ദിവസം മതി. 2 ആഴ്ച കൊണ്ട് ഇവരെവിടെ എത്തും? പറ, കനാനിലെത്തും. പക്ഷെ ദൈവം വിട്ടില്ല. നമ്മൾ ചോദിക്കുക, എന്താ ദൈവം വിടാഞ്ഞെന്ന്? വിടാഞ്ഞതിന് പിന്നെ വേറൊരു രഹസ്യമുണ്ട്. ഒന്നെടുത്താൽ നല്ലതാ. 21 എനിക്ക് തോന്നുന്നു. 21:17 നമ്മൾ വായിച്ചേ? 21:17 മോനെ? സോദരം 13:17 നോക്കിയാൽ മതി. 13:17 സോറി. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്ത് കൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികിലും യുദ്ധം കാണുമ്പോൾ പക്ഷെ അനുതപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങി പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല. എന്താ അങ്ങനെ വിടാതെ? ജനം യുദ്ധം കാണുമ്പോൾ 14 ദിവസം കൂടി എത്തേണ്ട വഴി ദൈവം എന്നെ വിടാഞ്ഞേ? എല്ലാരും പറ. ജനയുദ്ധം കാണുമ്പോ പക്ഷെ അനുതപിച്ച്, നമ്മുടെ ഭാഷ പറഞ്ഞ യുദ്ധം കാണുമ്പോ ഞാൻ കഴിക്കാൻ കൊണ്ടുപോയ കാളേനെയും പശുവിനെയും ഒക്കെ കൂടി വലിച്ചെറിഞ്ഞ് വല്ല കാണേൽ വിട്ടിട്ട് ഇവന്മാർ ഇമ്മയുടെ പാട്ടിന് പോകും. പേടിച്ചു തൂറികളാ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഇനി പോയിട്ട് റോമൻ സംഭാഷകന്മാർക്ക് യുദ്ധം ചെയ്യാൻ അറിയാം. ഞാൻ ചോദിക്കട്ടെ, ഒരു ഇസ്രായേൽ പൗരന്റെ കയ്യിലോട്ട് വാള് കൊടുത്തിട്ട് മോശ പറയുക, വരുമ്പോ വെട്ടിക്കോ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവന്റെ തല ആദ്യം പോവും. മക്കളെ മനസ്സിലായോ? കാരണം മീൻ വെട്ടം പിച്ചാത്തി പിടിച്ചതല്ലാതെ ഇവന്മാരായുസ് വാളം ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ലെന്ന്, കണ്ടിട്ടില്ലെന്ന്. കാരണം ഇവന്മാർ താമസിക്കുന്ന ഗോർസൻ ദേശത്തന്നേ, അതും മിസ്രയീം തമ്മിൽ 40-40 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നേ. അവിടെ യുദ്ധമില്ലെന്നേ. ഇവന്മാർ വാളും പരിചയ രഥമൊന്നും കണ്ടിട്ടില്ല. ഇവരെല്ലാം കൂടി 30 ലക്ഷം പേര് ഈ വഴി പോകുമ്പോൾ മറ്റൊരു കുതിരപ്പുറത്ത് യുദ്ധം ചെയ്യാൻ വന്നതെങ്കിൽ അൺസ്പ്രേയുടെ പരസ്യം പോരിയ പൊടി പോലും ഇല്ല. എല്ലാം കൂടി ഇട്ടിട്ട് വേണം മോശനെ പിടിച്ച കാണാലിട്ടിട്ട് ഇവന്മാർ ഓടിപ്പോകും. കർത്താവിന് മനസ്സിലായി ഇവന്മാർക്ക് ആകെ അറിയാവുന്നത് എന്ത് ചെയ്യുക? ചെളി ഔട്ടുക, കുഴക്കുക, ഇഷ്ടി ഉണ്ടാക്കുക, ചുടുക, പറവന് കൊടുക്കുക, 2 വെള്ളിക്കാശ് മേടിച്ച് കുപ്പൂസ് അടിക്കുക.
ഇതല്ലാതെ വേറെ ഒരു പരിപാടി ആർക്കറിയത്തില്ല, ഇവന്മാർക്കറിയില്ല. അപ്പൊ തമ്പുരാൻ നോക്കിയപ്പോ ഈ 30 ലക്ഷം ജനത്തെ ഇതിലെ വിട്ടാൽ മറ്റു വമ്പാളും കൊണ്ടുവരും, ഇവന്മാർ തിരിച്ചോടും. അതിന് ദൈവം ഒരു പ്ലാൻ ചെയ്തു. യുദ്ധമറിയാത്ത ജനത്തെ യുദ്ധവീരന്മാരുടെ കയ്യിൽ പെടാൻ കൊടുക്കാതെ അവരെ ചെങ്കടലോ വഴി ദൈവം അഴച്ചു. ഞാനൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് കലിയൊന്നും തോന്നരുത്. ദൈവം ഇവരെ ട്രാപ്പിലാക്കി. അങ്ങനെ പറയുന്നതുകൊണ്ട് ക്ഷമിക്കണേ. ദൈവം ഇവരെന്ത് ചെയ്തു? പറയാൻ കാര്യം എന്നാ, നേരെ ചെങ്കടൽ കൊണ്ടുപോയി. മുന്നിലേക്ക് നോക്കിയപ്പോ എന്നാ, പുറകോട്ട് നോക്കിയപ്പോ ആരാ? ഫറവോൻ. രണ്ട് സൈഡും നോക്കിയപ്പോ വലിയ മല, വലിയ മല. ട്രാപ്പിലായി. ഒരല്ലല്ലോ എന്ന് പറഞ്ഞേ. തിരിച്ചു പോയാൽ വെട്ടുകൊണ്ടിയാടും, മുന്നോട്ട് പോയാൽ വെള്ളം കുടിച്ചിയാകും, എടുമ്പലം പോയാൽ തീക്കൽ പാറയിൽ വെള്ളം കിട്ടാതെയാവും. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കിട്ട് ഇവരെ ദൈവം കറക്കി. ഒരു സ്വതന്ത്രം പറ, ഒരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ആമേൻ. നിന്നെ എന്തിനാ ആ വഴി പോകാതെ ഈ വഴി കൊണ്ടുപോയത്? 40 വർഷം നിന്നെ എന്തിനാ ചുറ്റിച്ചത് എന്ന് ചോദിക്കണമെങ്കിൽ തമ്പുരാൻ പറഞ്ഞു, എനിക്ക് നിന്നെ കനാനിൽ നേരോചൊവ്വ എത്തിക്കണമെങ്കിൽ ഇങ്ങനെ ചുറ്റിച്ചേ പറ്റൂ. മനസ്സിലായില്ലല്ലേ? ചിലർ ചോദിക്കുന്നത്, ദൈവം എന്തിനാ എന്നെ ഇങ്ങനെ ചുറ്റിക്കുന്നത്? ഈ ദൂതൊക്കെ ഇത്രയും പറഞ്ഞിട്ടും ഇത്രയും ചുറ്റിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നേരെ അങ്ങ് അമേരിക്ക കൊണ്ടുപോയാൽ പോരെ. പറ്റില്ല മോളെ, നിന്നെ ഇത് ചുറ്റിയിട്ട് പോയാൽ മതി. മനസ്സിലായെങ്കിൽ ആമേൻ പറ. പെട്ടെന്ന് നിന്നെ കനാനി കൊണ്ടുപോകാഞ്ഞിട്ട് തന്നെ അഹങ്കാരത്തിന് ഒരു കുറവില്ല. കൊണ്ടുപോകാഞ്ഞിട്ട് തന്നെ പറ. അങ്ങനെയുള്ള ആളുകളെ ചുറ്റിക്കാതെ ഇവിടെ കൊണ്ടുപോയാലോ? അപ്പൊ ഭാരപ്പെടണ്ട. ആമേൻ. അല്പം ചുറ്റിക്കുന്നത് എന്തിനാണെന്നറിയോ? നിത്യതയിൽ നിന്നെ എത്തിക്കാൻ വേണ്ടിയാ. നീ നിത്യതയിൽ എത്തണമെന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമായതുകൊണ്ട് അല്പം ചുറ്റിക്കുന്നത്, അല്പം കറക്കുന്നത്, ആമേൻ, എന്തിനു വേണ്ടിയാന്ന് തിരിച്ചറിയണം. ആമേൻ. ഞാനൊരു വാക്യം എന്ന് എനിക്ക് എടുത്തു തരാമോ? എൻ്റെ ഓർമ്മയിലുണ്ട് ആ വാക്യം. സ്തോത്രം. ഞാൻ ഈ 40 വർഷം നിങ്ങളെ മരുഭൂമിയിൽ കറക്കിയത്. ആവർത്തനം 8 2 3 വാക്യമാണോ നോക്കിക്കേ. ഈ 40 വർഷം ഞാൻ നിങ്ങളെ മരുഭൂമിയിൽ, ഒരു വാക്യമില്ലേ? 8-ാം അധ്യായത്തിന്റെ 4-5 വാക്യമാണോ? 4-ാം വാക്യം വായിച്ചു. 4-ാം വാക്യം തെറ്റിയില്ല. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല. അതല്ലല്ലോ മോനെ, 2-ാം വാക്യം അല്ലേ? നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും, നിന്റെ ഈ ദൈവമായ യഹോവ നിന്നെ താഴ്ത്താനും, തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ. അവളെ 14 ദിവസം കൊണ്ടുള്ള വഴി ഇവരെ വിടാൻ എന്തിനാണെന്നറിയാമോ? ഇവരൊന്ന് ദൈവത്തിന് താഴ്ത്തണമായിരുന്നു. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞ്. ആമേൻ. താഴ്ചയിൽ നമ്മൾ ഓർത്തവൻ എന്നൊക്കെ പാട്ട് പാടണ്ടേ? അതിന് ദൈവം ഒന്ന് കൊണ്ടുപോയതാ. ഒരു ഹല്ലേലൂയ പറ. അപ്പൊ ചില വിടുതലുകൾ ദൈവം താമസിപ്പിക്കുന്നതും നിങ്ങളെ ചുറ്റുന്നതും കറക്കുന്നതും ദൈവത്തിന് നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, കൊണ്ട് ചെല്ലും, എത്തിക്കും. ഒരു ആമേൻ പറ. ഞാനേ ഒരു 15 വർഷം മുമ്പേ, കേൾക്കണേ ദൈവമക്കളെ കേൾക്കണേ, 15 വർഷം മുമ്പ് ഒരാളുടെ പോക്കറ്റിൽ ഒരു പേന കിടക്കുന്നു. ഒരു പേന എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പേന എനിക്ക് എഴുതാൻ അങ്ങനെ ഒത്തിരി എഴുതുന്ന ഒരാളല്ല. പക്ഷെ ഒരു പേന കിടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി. ഞാൻ ആ മനുഷ്യരോട് ചോദിച്ചു, ഇതെന്ത് പേനയാണ്? പുള്ളി പറഞ്ഞു, ഇത് വില കൂടിയ പേനയാണ്. എന്നാൽ എൻ്റെ പേന ക്രോസ് എന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് എഴുതാൻ തരുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഭാഷ ഇത് ഞാൻ ഓഫീസിൽ എൻ്റെ ചെക്കുകൾ ഒപ്പിടുന്ന പറ പേനയാണ്. ഞാൻ കർത്താവേ, അയാളുടെ ഒരു ഭാഗ്യം, അയാൾക്ക് ക്രോസ് പേന കൊണ്ട് നമുക്ക് റെയിനോട്ട് പോലും ഇല്ലല്ലോ കർത്താവേ. സ്തോത്രം. എനിക്ക് ഒപ്പിടാൻ തന്നില്ല. ഞാൻ ഈ മിനിഞ്ഞാന്ന് മദ്രാസിൽ ബോംബെയിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ രാത്രി 2 മണിക്ക് ഇറങ്ങാൻ നേരത്ത് ഒരു TPM-കാരൻ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ പോലെ 2 സെക്കൻഡ് തന്നെ, എനിക്ക് വേറെ ഒന്നും തരാനില്ല എന്നും പറഞ്ഞാൽ ക്രോസ് വന്നു. അപ്പം ഞാൻ ആ പെട്ടിക്കകത്തിട്ടു. വീട്ടിൽ കൊണ്ടുവന്ന് തുണിയെല്ലാം എടുത്ത് വെച്ചപ്പോൾ അവിടെ വെച്ചു. ലെസ്ലി ഓടി വന്നിട്ട്, പപ്പ ഈ പേന പപ്പക്ക് ആര് തന്നു? അവൻ അടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഇത് ഭയങ്കര പേനയാണ്. ഞാൻ പറഞ്ഞടാ, ഇത് നല്ല പേനയാണ്, ഇന്നാള് തന്നതാണ്. പക്ഷെ അതിൻ്റെ ചരിത്രം എന്നാണെന്നറിയോ? അവനോട് ഞാൻ ചോദിച്ചപ്പോൾ തന്നിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ആ പേന കിട്ടത്തില്ലായിരുന്നു.
അവൻ അങ്ങനെ തന്നെ വേണം. ഞാനൊന്ന് ചോദിച്ചപ്പോൾ ഒന്ന് എഴുതാൻ തന്നിരുന്നെങ്കിൽ എനിക്കിന്ന് ആ പേന കിട്ടത്തില്ലായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ആ പേന എടുത്തിട്ട് എൻ്റെ പൊന്ന് കർത്താവേ, അന്ന് ഒന്ന് എഴുതാൻ ചോദിച്ചിട്ട് പുള്ളി തരാഞ്ഞത് എത്ര നല്ലതായി. അന്ന് തന്നിരുന്നെങ്കിൽ ഒന്ന് എഴുതിയിട്ട് തിരിച്ചു കൊടുക്കേണ്ടി വന്നേനെ. പക്ഷെ കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോ തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ദൈവം നിനക്ക് തന്നില്ലേ. ആത്മാവിൽ ആരോടോ ദൂത് പറയുന്നു. പലപ്പോഴും നീ ഓർത്തിട്ടില്ലേ, ദൈവമേ അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ, ദൈവമേ അതൊന്ന് വന്നിരുന്നെങ്കിൽ, ദൈവമേ എനിക്കതൊന്ന് വന്നിരുന്നെങ്കിൽ. ആത്മാവ് ആരോടോ ദൂത് പറയുന്നു. സഹോദരോ സഹോദരി, നീ വെയിറ്റ് ചെയ്യ, നിനക്കത് ലഭിക്കും. നിന്നെ തേടി ദൈവം അത് കൊണ്ടുവരും. ഇത് പരിശുദ്ധാത്മാവിന്റെ ദൂത. ഓ ആ ദൂത് പറയുമ്പോ എന്റെ അന്തരാത്മാവിൽ ശക്തിയോടെ പറയുന്നു, നീ ആഗ്രഹിച്ചത് നിന്നെ തേടി വരും, നീ കണ്ടത് നിന്നെ തേടി വരും. യെസ്, ഇത് ആത്മാവിന്റെ ദൂതാണ്. പലരുടെയും ജീവിതത്തിൽ നീ കണ്ടിട്ട് ദൈവമേ അതെന്തുകൊണ്ട് എനിക്കില്ല, ദൈവമേ അതെന്തുകൊണ്ട് വന്നില്ല എന്ന് നീ ചോദിക്കുന്നെങ്കിൽ അത് നിന്റെ കയ്യിൽ വരും. അതിന്റെ ഗുണം മാറാതെ, അതിന്റെ നിറം പോവാതെ കൃത്യമായി ദൈവം കൊണ്ടുവരും. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ചില വ്യക്തികളെ എന്നെ ദൈവം കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതങ്ങനെ ഒരു 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 വ്യക്തിക്കുള്ള ദൂതായിട്ട് പറയാതെ സഭക്കുള്ള ദൂതായിട്ട് പറയുന്നു. നിങ്ങൾ കുറിച്ചു വെച്ചോ, നിങ്ങളത് കണ്ടിരിക്കും. ആമേൻ. അപ്പോ എന്തിനു ദൈവം ചുറ്റിച്ചു? നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ നീ ഓർക്കണം. ഇതാണ് മക്കളെ, നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ, നിങ്ങളോട് ദൈവത്തിന് പണക്കമുണ്ടായിട്ടോ ഒന്നുമല്ല. ദൈവം നമ്മളെ അല്പസമയം ഇട്ടൊന്ന് ചുറ്റിക്കുന്നത് കനാനിൽ നമ്മൾ എത്തണം. നിത്യതയുടെ തുറമുഖത്ത് നമ്മൾ ദൈവത്തിന് കിട്ടണം. ദൈവത്തിന് വലുത് നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് അല്ല മക്കളെ, ദൈവത്തിന് വലുത് നമ്മളാ. ഒരു ഗിഫ്റ്റ് തന്നിട്ട് ഇവിടെ ഉടച്ചു കളയാൻ ദൈവം ആഗ്രഹിക്കാതെ ആ നിത്യ കനാനിലേക്ക്, ആ സിയോണിലേക്ക് നമ്മെ എത്തിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവര് വഴി കറക്കി. ഇനി ഞാൻ എഴുതി വെക്കാത്തൊരു കാര്യം ദൈവദാസന്മാരോട് പറയാം. ഈ ജനമെല്ലാം വാവിട്ട് കരയാൻ തുടങ്ങി. ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് എന്ന് ചോദിച്ച് വാവിട്ട് കരഞ്ഞ കൂട്ടത്തിൽ ആരും കരഞ്ഞു? മോശം കരഞ്ഞു. അപ്പൊ ദൈവം ചോദിച്ചേ, അല്ല ഈ ജനം കരയുന്നത് എനിക്ക് മനസ്സിലായി, നീ കരയുന്നത് എന്തിനാ? ഒരു ഹല്ലേലൂയ പറ. നീ കരയുന്നത് എന്തിനാ? അണ്ണ കർത്താവേ, എനിക്ക് കരയാൻ പാടില്ലേ? നീ കരയാൻ പാടില്ല. എന്തുകൊണ്ട് കരയാൻ പാടില്ല? ഹോരേബിന്റെ പർവ്വതത്തിൽ ഞാൻ നിന്നെ തേടി ഇറങ്ങി വന്നപ്പോ നിന്റെ കയ്യിൽ വെറുമൊരു വടി ഉണ്ടായിരുന്നു, വെറുമൊരു വടി. ആ വടി നിന്നോട് നിലത്തിടാൻ പറഞ്ഞു. ആ വടി സർപ്പമായി. ആ വടി വാല് പിടിക്കാൻ പറഞ്ഞു, വാല് പിടിച്ചു. വടി പാമ്പുമായി, പാമ്പ് വടിയുമായി. ദൈവത്തിന്റെ വടിയെന്ന് ഞാൻ പേര് വിട്ടു. ഈ വടിയും കൊണ്ട് കൈ പിടിച്ച് നീ എന്തിനാ കരയുന്നേ? ഒരു ഹല്ലേലൂയ പറ. ദൂത് മനസ്സിലായോ? നിന്നെ ദൈവം വിളിച്ചിറക്കിയപ്പോ തന്നെ ഈ ചെങ്കടൽ വിഭാഗിക്കാനുള്ള ഒരഭിഷേകം ദൈവം നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. ദൈവം നിന്നെ വിളിച്ചപ്പോ തന്നെ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ദൈവകൃപ ദൈവം തന്നിട്ടുണ്ട്. ആമേൻ, ആമേൻ. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറയുന്നത്, നിങ്ങൾ ബിജു പാഷെ ഒന്ന് തലേ കൈവച്ച് വേണ്ടെന്നേ, നമ്മൾ ആ പരിപാടി അങ്ങ് നിർത്ത്. നമ്മൾ ആദ്യം ക്ഷമിക്കണേ, നമ്മൾ അത് നിർത്തിയാൽ തന്നെ നമ്മൾ കുറെ ഗുണപ്പെടും. എപ്പോഴും ആരെങ്കിലും ദൈവദാസന്മാരെ കണ്ട് പാഷ ഒന്ന് കൈവച്ച്, പാഷ ഒന്ന് പ്രാർത്ഥിച്ച്, നല്ല കാര്യം പ്രാർത്ഥിപ്പിച്ചോ. പക്ഷെ ഞാൻ പറയുന്നത്, അതിനെ ഓവർകം ചെയ്യാനുള്ള ദൈവകൃപ നിങ്ങളുടെ വിളിക്കകത്ത് ദൈവം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴാണോ ദൈവം വിളിച്ചത്, എവിടെയാണോ ദൈവം വിളിച്ചത്, ആ വിളിക്കകത്ത് അതിനെ തരണം ചെയ്യാനുള്ള ദൈവാഭിഷേകം ചെയ്തിട്ടുണ്ട്. ആമേൻ. ഇനി നിങ്ങൾക്ക് മറ്റൊരു കാര്യം അറിയോ? വഴി കാണിക്കേണ്ടതിനാ ദൈവം നടന്നേ. മക്കളെ, ഈ മോശ ഉണ്ടല്ലോ,
ഇസ്രായേൽ ജനത്തെ വിടുവിക്കാൻ ഫറവോന്റെ അടുക്കെ ചെല്ലുന്നതിന് മുമ്പ് മോശ ഒരാളെടുത്ത് ചെന്നു. ആരാന്നറിയാമോ? മോശ ഇല്ല, മോശ നേരെ അളിയൻ്റെ അടുത്ത് ചെന്നു. ആരുടെ അടുത്ത്? പറ. അളിയൻ്റെ അടുത്ത്. ഈ അളിയനും കൂടി അങ്ങ് ഒത്തു. എന്നിട്ട് അളിയനോട് പറഞ്ഞു, അളിയൻ ഈ മരുഭൂമിയൊക്കെ അറിയാമല്ലോ, മരുഭൂമിയിലെ വഴിയൊക്കെ അളിയൻ അറിയാമല്ലോ, അളിയൻ എൻ്റെ കൂടെ വരണം, ഞാൻ ഈ ജനത്തെ കൊണ്ട് പറ പോകുമ്പോൾ. വായിച്ചിട്ടുണ്ടോ? പിന്നെ നമുക്ക് നമ്മുടെ അളിയൻ അറിയത്തില്ല, പിന്നെയാണ് മോശയുടെ അളിയൻ. നമ്മുടെ അളിയനെ പോലും തപ്പി അടക്കുക. എടുത്തോ, നമുക്ക് മോശയുടെ അളിയനൊന്ന് തപ്പിയിട്ട് ദേഹത്തിൽ വരാം. അവൻ ഉണ്ടോന്ന് നോക്കാം. മോശയുടെ അളിയൻ സംഖ്യാപുസ്തകം 10-ാം അധ്യായം കുറിച്ച് വെച്ചേക്ക്. ഇനി എന്നോട് അളിയനെ കുറിച്ച് ചോദിക്കരുത്. 10-ാം അധ്യായം 29 വാക്യം 32 വായിച്ചോ. സംഖ്യാപുസ്തകം 10:29-32. പിന്നെ മോശ തന്റെ അമ്മായപ്പനായ യെഹൂവേൽ എന്ന മിദ്യാനിന്റെ ഒന്നുകൂടി. പിന്നെ മോശ തന്റെ അമ്മായപ്പനായ രയുവേൽ എന്ന മിദ്യാന്റെ മകനായ ഹോബാബിനോട്. അപ്പൊ ഹോബാബ് ആരുടെ മകനാ? എന്ന് വെച്ചാൽ അമ്മായപ്പൻ. അമ്മായപ്പന്റെ മകനാ. അപ്പൊ മോശയുടെ ആരാ? മോശയുടെ അളിയനാ. മോശയുടെ അളിയനോട് പുള്ളി എന്നാ ചോദിച്ചേ? വായിച്ചേ. നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് യഹോവ അരുളി ചെയ്ത ദേശത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നു. യഹോവ ഇസ്രായേലിന് നന്മ ചൊല്ലിയിരിക്കൊണ്ട് നീ ഞങ്ങളുടെ കൂടെ വരിക, ഞങ്ങൾ നിനക്ക് നന്മ ചെയ്യുമെന്ന് പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വരുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല. ഇങ്ങനെ ആയിരിക്കണം അളിയന്മാർ. ഇങ്ങനെ 2 അളിയന്മാരെ കിട്ടിയാൽ അളിയൻ രക്ഷപ്പെടും. ഒന്ന് സ്വതന്ത്രം പറഞ്ഞേ, ഞാൻ എന്ത് ചെയ്യത്തില്ല? വരുന്നില്ല. എന്റെ സ്വദേശത്തേക്കും ചാർച്ചക്കാരുടെ അടുക്കലേക്കും ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, ഞങ്ങളെ വിട്ടു പോകരുത്. മരുഭൂമിയിൽ ഞങ്ങൾ പാളയം ഇറങ്ങേണ്ടതിന് എങ്ങനെയെന്ന് നീ അറിയുന്നു. മരുഭൂമിയുമായിട്ട് പിടുത്തം ആർക്കാ? അളിയനെ കൊണ്ട് മരുഭൂമിയിൽ ഇട്ടാൽ പൂച്ച കളയുന്ന പോലെയാ. മരുഭൂമി കൊണ്ട് ഈ മോശയുടെ അളിയനെ ഇട്ടിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോൾ പുള്ളി വീട്ടിൽ ഇരുന്ന് സുലൈമാൻ കുടിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു ഏകദേശം പിടുത്തം കിട്ടിയോ? എന്ന് വെച്ചാൽ ഏത് മരുഭൂമി കൊണ്ട് ഈ മോശയുടെ അളിയനെ ഇട്ടിട്ട് പോന്നാലും അളിയൻ വീട്ടിലെത്തും. കാരണം അളിയന് മരുഭൂമിയുമായിട്ട് ഭയങ്കര ബന്ധമാണ്. മോശയുടെ പരിപാടി നോക്കണേ. മോശ നമ്മ പഠിച്ച ആളൊന്നുമല്ല കേട്ടോ. മോശ നേരെ കൂട്ടുപിടിച്ചിട്ട് പറഞ്ഞു, അളിയൻ വന്ന് എനിക്ക് വഴി കാണിച്ചു തരണം. എവിടെ? മരുഭൂമിയിൽ. പക്ഷെ അളിയൻ എന്നാ പറഞ്ഞു? ഞാൻ പോരുന്നില്ല, എന്റെ സ്വദേശത്തേക്കും ചാർച്ചക്കാരുടെ അടുക്കലേക്കും ഞാൻ പോകുന്നെന്ന് പറഞ്ഞു. അതെന്ത് സിമ്പിളായിട്ട് അളിയൻ വായിച്ചേ. ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഞാൻ പോരുന്നില്ല. ഒന്നുകൂടി വായിച്ചേ. ഞാൻ പോരുന്നില്ല. വായിച്ചോ. എന്റെ സ്വദേശത്തേക്കും ചാർച്ചക്കാരുടെ അടുക്കലേക്കും ഞാൻ പോകുന്നെന്ന് പറഞ്ഞു. അനന്തരം 33. അതിനവൻ, ഞങ്ങളെ വിട്ടു പോകരുതേ, മരുഭൂമിയിൽ ഞങ്ങൾ പാളയം ഇറങ്ങേണ്ടത് എങ്ങനെ. ലാസ്റ്റ് വാക്യം അടിവര ഇട്ടേക്കണം. നീ ഞങ്ങൾക്ക് കണ്ണായിരിക്കും. അളിയൻ ഞങ്ങളുടെ കൂടെ വന്ന് മരുഭൂമിയിൽ ഞങ്ങൾ പോകേണ്ടതിന് അളിയൻ ഞങ്ങൾക്ക് കണ്ണായിരിക്കും. ദൈവം പറഞ്ഞു, പോടാ മോശേ, നിന്റെ അളിയനല്ല നിന്റെ കണ്ണ്, ഞാനാ നിന്റെ കണ്ണ്. ഈ ദൂതൻ മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യേ. നിന്നെ അളിയനല്ല കണ്ണ്, വിളിച്ച ഞാൻ നിനക്ക് കണ്ണായിരിക്കും. എവിടെ നടക്കണോ, എങ്ങനെ പോണോ, എവിടെ താവളം അടിക്കണോ, എവിടെയാ നീ ചെയ്യേണ്ടത്, എവിടെയാ നീ നിൽക്കേണ്ടത്, ഇതെല്ലാം ഞാൻ പറഞ്ഞു തരും. ഞാൻ നിനക്ക് കണ്ണായിരിക്കും. ഈ ദൂതിനോട് പ്രതികരിക്കാൻ പറ്റുന്നവർക്കായി സ്തോത്രം. ഒരു മനുഷ്യനും നിനക്ക് കണ്ണാകണ്ട. എന്റെ കണ്ണ് എന്റെ ദൈവമാ. എന്റെ കണ്ണ് എന്റെ ദൈവം. പോരാ കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ കത്തട്ടെ. ഒരു മനുഷ്യനോ നിങ്ങൾക്ക് കണ്ണാകയില്ല. ബന്ധുക്കൾ ഉണ്ടാകാം, ചർച്ചക്കാർ ഉണ്ടാകാം, ബലമുള്ളവർ ഉണ്ടാകാം, പണമുള്ളവർ ഉണ്ടാകാം, പക്ഷെ അവരാരുമല്ല. അമ്മേ, ദൈവം നിനക്ക് എന്തായിരിക്കും? ദൈവം നിനക്ക് കണ്ണായിരിക്കും. പണ്ട് ഞാൻ ഇവിടെ വന്നൊരു സഹോദരി, ഈ ചർച്ചിലെയാ,
ഞാൻ പേരൊന്നും പറയുന്നില്ല, അവരിവിടെ ഉണ്ട്. എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റേ, എൻ്റെ കുഞ്ഞിന് വിദേശത്ത് വിട്ട് പഠിപ്പിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. അവർക്കും ആഗ്രഹമുണ്ട് പാസ്റ്റേ. പക്ഷെ ഞങ്ങളുടെ ചർച്ചക്കാരിൽ തരാൻ കഴിവുള്ള 100 കണക്കിന് ആളുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കില്ല, ദൈവം തരട്ടെ. ഈ ആലയത്തിനകത്ത് നിന്ന് വ്യാഴാഴ്ചത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഈ മുന്നിൽ നിർത്തി കൈവച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നിനക്ക് നല്ലത്. കർത്താവേ, നിന്റെ ദാസി ആഗ്രഹിക്കുന്നു, നീ അവർക്ക് കണ്ണായിരിക്കണം. കേൾക്കണോ നിങ്ങൾക്ക്? 2ാമത്തെ ദിവസം തന്നെ ജസ്റ്റ് കണ്ട് പരിചയമുള്ളൊരു മനുഷ്യൻ 10 ലക്ഷം രൂപ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പറയുക, അവളുടെ പേപ്പർ വർക്ക് വേഗത്തിൽ ചെയ്യേ. പിറ്റേ വ്യാഴാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഈ ഓഫീസ് മുറിയിൽ നിന്ന് എന്നോട് പറഞ്ഞു, പാസ്റ്റർ സ്റ്റേജിൽ കടന്ന് ദൈവം പ്രവർത്തിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നൊരു ദൈവം ഒന്നും മനസ്സിലായില്ല. ഇത് അനുഭവ സാക്ഷ്യമാകട്ടോ, ഇത് അനുഭവമാകട്ടോ. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഈ അരുളപ്പാട് പറയുന്ന കേട്ടോ, ധൈര്യമായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യ്. ഇത് കൈയടിപ്പിക്കാനല്ലെന്ന്. മോനെ 23/20 ഞാൻ അത് വായിച്ചിട്ട് നിർത്തും. പിന്നെ നമുക്ക് അടുത്ത ആഴ്ച ഇതിന്റെ ബാക്കി പറ്റുമെങ്കിൽ അടുത്ത ഞായറാഴ്ച നമുക്ക് ചിന്തിക്കാം. 23/20 പുറപ്പാട് 23:20. ഇതാ, വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഞാൻ ഒരു ദൂതനെ നിന്റെ മുൻപിൽ അയക്കുന്നു. 23/20 വന്നപ്പോ തമ്പുരാൻ പറഞ്ഞു, നിന്നെ മുന്നിൽ നടക്കാൻ ഞാൻ നിനക്ക് മുമ്പിൽ ഒരു ദൂതനെ അയക്കും. ഒരു സ്വത്രം പറ. നീ അവനെ 21 അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം. അവനോട് വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കയില്ല. അടുത്തത്, എന്റെ നാമം അവനിലുണ്ട്. ആ ദൂതൻ നിന്നെ നടത്തും. ആ ദൂതനിൽ എന്തുണ്ട്? എല്ലാരും പറഞ്ഞേ, ഒന്ന് ചോദിച്ചോട്ടെ, എന്റെ നാമം ഉള്ള ദൂതനേതാ? അല്ലേ? എന്റെ നാമം അവനിലുണ്ട്. അപ്പൊ ദൈവത്തിന്റെ നാമം വഹിച്ച ദൂതനേതാ? മനസ്സിലാക്കി തരട്ടെ, പറഞ്ഞു തരട്ടെ. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം കേട്ടോ. യേശുവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന യോഹന്നാൻ 17 ഒന്നെടുത്തേ. അതിനകത്തുണ്ട് 12ാം വാക്യത്തിലുണ്ട്, ഏതാണ് നാമം ധരിച്ച ദൂതൻ? അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു. എന്റെ നാമമല്ല, പിന്നെയോ നിന്റെ നാമത്തിൽ. നീ അല്ലെ, ഞാൻ അവരെ അവരോട് കൂടെ ഇരുന്നപ്പോൾ അല്ല, ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. അപ്പൊ ഈ ദൈവത്തിന്റെ നാമം ഉള്ള ദൂതനേരാ? യേശുവാ. അപ്പൊ അവർക്ക് മുമ്പേ പോയ ദൂതൻ ആരാ? ഒരു ഹല്ലേലൂയ പറ. അയ്യോ, എന്നാ സത്യമാ നോക്കിയേ. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ നാമം വഹിച്ച ദൂതൻ അവർക്ക് മുമ്പേ പോയി. ആരാണ് ആ ദൂതൻ അറിയണ്ടേ? സന്മുഖ ദൂതൻ എന്നറിയപ്പെടുന്ന വാഴ്ത്തപ്പെട്ടവനായ മശിഹ തമ്പുരാനാണ് ആ ദൂതൻ എന്ന് പറയുന്നത്. ആമേ, പിതാവിന്റെ നാമം വഹിച്ച് ഇസ്രായേൽ ജനത്തെ നടത്തിയ ആമേ നാമം ധരിച്ച ദൂതൻ. സ്വതന്ത്രം ഇസ്രായേൽ മക്കളെ കൊണ്ട് നടന്ന ദൂതൻ ആരാ? യേശുവാ. പുതിയ നിയമത്തിൽ വന്നപ്പോ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ യേശു പറഞ്ഞു, നീ എനിക്ക് തന്ന നിന്റെ നാമത്തെ ഞാൻ അവരെ കാത്തു. ദൂതനോട് പറഞ്ഞു, മോശയോട് പറഞ്ഞു, ഞാൻ ദൂതനെ അഴക്കും, നീ അവനോട് വിഘടിക്കരുത്.
അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കയില്ല. എന്റെ നാമം അവനിൽ ഉണ്ട്. ഉണ്ട്. അപ്പൊ ദൈവത്തിന്റെ നാമം വഹിച്ച ദൂതൻ ആരാ? മറക്കുവോ നിങ്ങൾ? ഉറക്കെ പറ, യേശുവാണ്. പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളെ ഈ ദൂതം നടത്തിയെങ്കിൽ നമ്മളെ നടത്താതിരിക്കുവോ? അവന്റെ രക്തം കൊണ്ട് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളെ, ഈ ദൂത് മറക്കല്ലേ. ഈ ദൂത് ഏറ്റെട്. ഇതൊരു സമാധാനത്തിന്റെ ദൂതാണ്, ഇതൊരു സന്തോഷത്തിന്റെ ദൂതാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവമേ, ഞങ്ങൾക്ക് മുമ്പേ അങ്ങ് പുറപ്പെടുമല്ലോ. നടുവിൽ വസിക്കുന്ന ദൈവം നമുക്ക് മുമ്പേ വെളിപ്പെടും. മോനെ, യെശയ്യാവ് 45:2 ലാസ്റ്റ് വാക്യം. ബാക്കി ഞാൻ പിന്നെ പ്രസംഗിച്ചോളാം. എന്നിട്ട് മോനെ, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും. അതിന്റെ 1-ാം വാക്യം ഇങ്ങനെയല്ലേ? കോരസ്, എന്റെ ഇടയൻ. യഹോവ തന്റെ അഭിഷിക്തനായ കോരസിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളൊക്കെ ഇടയ്ക്ക് രാജാക്കന്മാരുടെ അരക്കച്ചകൾ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. 2, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന്. ദുർഘടങ്ങളെ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്റെ ദൈവം. പറ, എന്റെ ദൈവം എനിക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും. പറ പറ പറ, ഞാൻ, എന്റെ ദൈവം എനിക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും. താമരവാതിലുകളെ തകർത്ത് ഇരുമ്പോടമ്പലുകളെ ഖണ്ഡിച്ചു കളയും. ഈ 2 വാക്യം നിങ്ങൾക്ക് അറിയാമോ? പണ്ട് ആധുനിക കാലത്ത് ഓരോ രാജ്യത്തിനും മതിലുണ്ടായിരുന്നു. മതിൽ. ആ മതിലുകൾ ചുറ്റപ്പെട്ടതിന് ഒരു പ്രധാന കവാടമുണ്ടായിരുന്നു. ആ കവാടത്തിലൂടെ മാത്രമേ ശത്രുവിന് കയറാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ആ കവാടം അവര് താമരവാതിലും ഇരുമ്പോടാമ്പലും കൊണ്ടാണ് ഉറപ്പിക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ആ ഇരുമ്പോടാമ്പൽ ഒരാൾക്ക് തുറക്കാൻ പറ്റില്ല. അതികായന്മാരായ ഒരുപാട് പേര് അതിന് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് 34, 35 അടി, 40 അടി ഹൈറ്റാ ഈ വാതിൽ. ഇങ്ങനെ തുറക്കും. ഇത് മുഴുവൻ താമ്രവാ, ഇരുമ്പോടാമ്പല. എത്രയോ വ്യക്തികൾ ചേർന്ന് അടച്ചതും തുറക്കാൻ കഴിവുള്ളതും നിന്റെ മുമ്പിൽ ദൈവം നടന്നാൽ അത് ദൈവം തകർക്കും. ഒരിക്കലും അത് തകർക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞത് ഇന്ന് പകൽ ഈ പ്രസംഗത്തിന് നടുവിൽ, ഈ ദൈവവചന ശുശ്രൂഷയുടെ നടുവിൽ, ഹല്ലേലൂയ, വിശ്വസിക്കുന്നവർ കരമടിച്ച് ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, വിശ്വസിക്കുന്നവർ കരമടിച്ച് ഒന്ന് ദൈവത്തെ സ്തുതിച്ച്, ആ വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്നു. പൗലോസ് പറയുന്നു, സഫലവും വിശാലമായ ഒരു വാതിൽ എനിക്ക് വേണ്ടി ദൈവം തുറക്കുന്നു. സഫലമായ ഒരു വാതിൽ, വിശാലമായ ഒരു വാതിൽ. പോരാ, ആ ദൂത് എന്നോടാണ് എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? അവരെ കരം കൂട്ടിയടിച്ച് ദൈവത്തോട് പറ, എനിക്ക് മുമ്പേ എന്റെ ദൈവം പോകുന്നു. ബൈബിളുകൾ അടച്ചു മാറ്റിവെക്ക്. എന്നിട്ട് ഈ കരം കൂട്ടിയടിച്ച് ഒന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് പറ, എന്റെ ദൈവം എനിക്ക് മുമ്പായി പുറപ്പെടുന്നു. താമരവാതിലുകൾ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളഞ്ഞ്, എനിക്ക് മുമ്പേ